നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരി മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശം. പൈപ്പിടാൻ റോഡിലെടുത്ത കുഴികൾ യഥാവിധി മൂടണമെന്നും മന്ത്രി. കൊട്ടിയൂരിൽ 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത്, കോഴിക്കോട് അത്തോളി സ്വദേശി നിശാന്ത് എന്നിവരെ. പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാർ പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടത്തിൽപ്പെട്ട കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് ഇളനീരാട്ടം. വാർത്തകൾ വിശദമായി. തലശ്ശേരി മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി റോഷൻ അഗസ്റ്റിൻ നിർദ്ദേശിച്ചു. നഗരസഭാ ഹാളിൽ മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാലമായാലും പ്രവൃത്തി തുടരാൻ ഉദ്യോഗസ്ഥർ ഇടപെടണം. പ്ലാന്റ് നിർമ്മാണവും ടാങ്ക് പ്രവൃത്തിയുമെല്ലാം മഴക്കാലത്തും നടത്തണം. പൈപ്പിടാൻ കുഴിയെടുത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനും കാലതാമസം ഉണ്ടാവരുതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ലിസ്റ്റ് നൽകിയ ഇതിന്റെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സമയത്തും കാലാവധിയും ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്നുള്ള അവകാശം അതിന് അനുയോജ്യമായ ഒരു ഘടകവും സ്പീക്കറുടെ മണ്ഡലത്തിലാണ്. ഗവൺമെന്റ് നന്നായിട്ട് റീഡ് ചെയ്യും, ഞങ്ങൾ നന്നായിട്ട് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കും. ഇത് സ്പീക്കറുടെ മണ്ഡലമാണെന്ന് ആവർത്തിച്ച് പറയുന്നു. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സത്യമായ കാര്യങ്ങൾ ഈ മണ്ഡലം പ്രത്യേകതകളും കൂടെ കണക്കാക്കിക്കൊണ്ട് തന്നെ ഇത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. കുടിവെള്ള പദ്ധതി നിർമ്മാണ പ്രവൃത്തിക്ക് വേഗം പോരെന്നും ഉദ്യോഗസ്ഥർ ഇടപെട്ട് നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാനും പൈപ്പിടാൻ കുഴിയെടുത്ത റോഡുകളുടെ തകർച്ചയും പരിഹരിക്കണമെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. തലശ്ശേരി നഗരസഭയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ജലജീവൻ മിഷൻ അമൃത് പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ സുദീപ് വിശദീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ എൻ ജമുനാറാണി, വൈസ് ചെയർമാൻ എം വി ജയരാജൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ സി സോമൻ, കൗൺസിലർ COT ഷബീർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വി റിജു, TV നൌഫൽ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, പനിനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ, ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്ര, ചുക്ലി പഞ്ചായത്ത് വികസന സ്ഥിരസമിതി ചെയർമാൻ NP സജിത, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. കൊട്ടിയൂരിൽ 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തീർത്ഥാടനത്തിനെത്തിയവരെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. കൊട്ടിയൂരിൽ 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനെയും കോഴിക്കോട് അത്തോളി സ്വദേശി നിശാന്തിനെയുമാണ് കാണാതായത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാറ് പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. ആഴത്തിലേക്ക് കാർ പതിച്ചെങ്കിലും കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം രണ്ടാംകുറ്റി സ്വദേശികളായ സജീന്ദ്രനാഥ്, ഭാര്യ KN കാർത്തിക എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡരികിലെ താഴ്ചയറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത്. അപകടം നടന്നയുടനെ ഓടിയെത്തിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് സാരമുള്ളതല്ല. പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും പറശ്ശിനിക്കടവ് മയ്യിൽ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത്. മറ്റ് പാർക്കിംഗ് സ്ഥലങ്ങൾ നിറയുന്നതോടെയാണ് റോഡരികു കൂടി പാർക്കിംഗ് മേഖലയായി മാറുന്നത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ കിഴക്കുഭാഗം വലിയ താഴ്ചയും പടിഞ്ഞാറ് ഭാഗം ഓടയുമാണ്. അതിനാൽ റോഡിന് വീതിയുള്ള കിഴക്കുഭാഗത്താണ് വാഹനങ്ങൾ ഭൂരിഭാഗവും നിർത്തിയിടാറുള്ളത്. നിരവധി വാഹനങ്ങൾ പതിറ്റാണ്ടുകളായി ഈ സ്ഥലം പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വരികയാണ്. എന്നാൽ സ്ഥലത്തിനോട് ചേർന്ന് വലിയ അപകടക്കെണിയുണ്ടായിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് തോർത്തുമുണ്ട് മാത്രം ധരിച്ച് ഇളനീർ കാവുകളുമായി കാൽനടയായി യാത്ര തിരിച്ചത്. ചൊവ്വാഴ്ചയാണ് ഇളനീരാട്ടം.
പാദരക്ഷകൾ ഉപയോഗിക്കാതെയും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന എന്നീ ആചാരക്രമങ്ങളിലൂടെ കഠിന വ്രതം അനുഷ്ഠിച്ച് മഠങ്ങളിൽ കഴിഞ്ഞ കൂടിയുമാണ് ഇളനീർ വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീരുകൾ ഭഗവാന്റെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. മയ്യഴിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും മധ്യേ മാത്രമേ ഇളനീർ മഠങ്ങൾ നടത്താൻ പാടുള്ളൂ. എന്നാൽ തെക്ക് പരപ്പനങ്ങാടി മുതൽ വടക്ക് പയ്യന്നൂർ, കാങ്കോൽ വരെയും ഇളനീർ മഠങ്ങളുണ്ട്. ഇവ ഉപമഠങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ 96 കഞ്ഞിപ്പുരകളും 140 ഉപമഠങ്ങളുമുണ്ട്. ഇളനീർ വ്രതക്കാരുടെ ഭക്ഷണ രീതിയിലും വ്യത്യസ്തതയുണ്ട്. കഞ്ഞിയും ചക്കയും ചെറുപയറും ചേർത്ത പുഴുക്കും രാത്രിയിൽ ചോറും വെള്ളരിക്കക്കറിയും ഉൾപ്പെടെ മാത്രമേ കഴിക്കൂ. മഠങ്ങളിൽ നിന്നും കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ ആത്മസമർപ്പണത്തിൻ്റെ ഇളനീർ കാവുകളുമായി ആയിരക്കണക്കിന് ആളുകളാണ് കൊട്ടിയൂരിലെത്തുന്നത്. മനേക്കരയിലെ മനത്താനത്ത് സങ്കേതത്തിൽ നിന്നും VK ദേവദാസ് മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള 13 അംഗ സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു. ചൊവ്വാഴ്ചയാണ് ഇളനീരാട്ടം. മതി, വെള്ളം നിറച്ചാൽ മതി. അത് മാറ്റി കളയുന്നുണ്ട്. കൂട്ടി വെള്ളം തെറിച്ചാൽ വരുന്നു. അത് കാൽ നൂറ്റാണ്ടുകാലം തലശ്ശേരി നഗരസഭാംഗമായിരുന്ന CPIയുടെ ജനകീയ മുഖം ചിറക്കര ശ്രീലഭവനിൽ വാഴിയിൽ ലക്ഷ്മി ഇനി ഓർമ്മ. 85 വയസ്സായിരുന്നു. സംസ്കാരം കണ്ടിക്കൽ ശ്മശാനത്തിൽ നടന്നു. CPI തലശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗവും കേരള മഹിളാ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റും 25 വർഷം തലശ്ശേരി നഗരസഭാ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായി പ്രവർത്തിച്ചിരുന്നു. പരേതനായ P. അനന്തനാണ് ഭർത്താവ്. വാഴയിൽ വാസു, പരേതരായ ശങ്കു, നാണു, ബാലൻ, മാധവി, കമല എന്നിവർ സഹോദരങ്ങളാണ്. നവീകരിച്ച കോടിയേരി കാരാൾ തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രക്കുളം ഉദ്ഘാടനം ചെയ്തു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് A. N. ഷംസീർ അധ്യക്ഷനായി. കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തലശ്ശേരി മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വരുമ്പോൾ വാട്ടർ അതോറിറ്റി നൽകി വരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമായിരുന്നെന്നും ഇന്ന് കേരളത്തിൽ 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വരുന്നതിൻ്റെ കാര്യം പാരിസ്ഥിതികമായി കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഒരു ഘടകമായി കാണാം. ഭൂഗർഭജലം കുറയുക, എന്നാൽ കടലിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നു. ഈ പ്രത്യേകതയെല്ലാം ഉൾക്കൊള്ളുമ്പോൾ നല്ല കുടിവെള്ളം വീടുകളിൽ കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണെന്ന് ഗവൺമെൻറ് വിലയിരുത്തി. അതുകൊണ്ടാണ് ജൽജീവൻ മിഷൻ പദ്ധതി നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ പിൻബലം സർക്കാർ കൊടുത്തത്. ഈ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ വാട്ടർ അതോറിറ്റി കൊടുത്തിരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമേ ഉള്ളൂ. അത് 60 വർഷക്കാലം കൊണ്ട് കൊടുത്തതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 17 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. 70,80,000 കുടുംബമാണ് കേരളത്തിലുള്ളത്, നഗരസഭ കൂടാതെ പഞ്ചായത്ത് മാത്രമാണ് പറയുന്നത്. ആ 70,80,000 കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനുള്ള പദ്ധതികളെല്ലാം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ചരിത്രപരമായ ഒരു നിയോഗമാണ് ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുന്നത്. ട്രീറ്റ് ചെയ്ത വെള്ളം പൈപ്പുകളിൽ എത്തിച്ച് വീട്ടിലെത്തിക്കുക. ആ ദൗത്യ പൂർത്തീകരണത്തിന് തലശ്ശേരി നിയമസഭാ മണ്ഡലം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമായ തുക പൂർണ്ണമായും കൊടുക്കാൻ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്ന സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തുക മേടിച്ചെടുത്ത ഒരു വ്യക്തിയാണ് തലശ്ശേരിയുടെ MLA പ്രിയപ്പെട്ട ശ്രീ ശംഷീർ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ സമയം ഉപയോഗിക്കുക. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് A. N. ഷംസീർ അധ്യക്ഷത വഹിച്ചു. മനോഹരമായി നവീകരിച്ച ക്ഷേത്രക്കുളത്തിൻ്റെ സംരക്ഷണം
സംഘാടകരും ദേശവാസികളും ഏറ്റെടുക്കണമെന്നും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ അവസരം നൽകണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ യാതൊരു നെജറും ഉണ്ടാവില്ല, അങ്ങനെ അങ്ങ് വിട്ടലാണ്. അത് ഇതിൻ്റെ സംഘാടകരാരാണോ, കുളം നവീകരിക്കാൻ മുൻകൈ എടുത്തവരാരാണോ അവരുടെ ഉത്തരവാദിത്തമാണിത്. ഇപ്പോൾ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കണം, കുട്ടികൾക്ക് നീന്താൻ അവസരം കൊടുക്കണം. ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊരു സ്വിമ്മിംഗ് പൂളിന് സമാനമായ രീതിയിലൊരു കുളമാണ്, ഒഴുക്കുണ്ടെന്നാണ് ഇതിൻ്റെ ആളുകൾ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പം ഇത് നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിൻ്റെ സംഘാടകർ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊരു മാസം കഴിഞ്ഞ് വരുമ്പം ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ തോന്നാത്ത രീതിയിലേക്ക് വൃത്തിഹീനമാക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി. 65 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് കുളം നവീകരണത്തിനായി ജലസേചന വിഭവ വകുപ്പ് അനുവദിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന് ചുറ്റും 5 മീറ്റർ ഉയരത്തിൽ പാർശ്വഭിത്തി നിർമ്മിച്ചു. കുളത്തിന്റെ അടിഭാഗം വരെ ചെങ്കല്ല് പടവുകളും സ്റ്റീൽ ട്യൂബുകളും ഉപയോഗിച്ചുള്ള ഫെൻസിങ്ങും പ്രവേശന കവാടത്തിൽ സ്റ്റീൽ ഗേറ്റുകളും നിർമ്മിച്ചു. കുളത്തിനും ചുറ്റുമതിലുകൾക്കിടയിൽ ഇന്റർലോക്ക് ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. കവറിങ്ങോടുകൂടി ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 9 ലക്ഷം ലിറ്റർ ജലം സംഭരിച്ചു വയ്ക്കാവുന്ന രീതിയിലാണ് കുളം നിർമ്മിച്ചത്. ചടങ്ങിൽ വെച്ച് നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വന്ത് ബാബുവിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ P ശ്രീദേവി, MI സർക്കിൾ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ, ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു മോഹൻ, തലശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ P മനോഹരൻ, KV വിജേഷ്, A സിന്ധു, സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികളായ CK രമേശൻ, VC പ്രസാദ്, ജോയ് കൊന്നയ്ക്കൽ, AV സ്മിത, ബഷീർ ചെറിയാണ്ടി, പുരുഷു വരക്കുൽ, BP മുസ്തഫ, അഡ്വക്കേറ്റ് മിലി ചന്ദ്ര, PP ദിവാകരൻ, വിജയൻ വെളിയമ്പ്ര, C പത്മനാഭൻ, C വിജയൻ, രാമചന്ദ്രൻ തിരുമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൊക്കാഷി ബക്കറ്റ് വിതരണവും നഗരസഭയിലെ മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. തലശ്ശേരി ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ KM ജമുനാറാണി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തത്. നഗരസഭയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രംഗത്ത് തലശ്ശേരി നഗരസഭ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നാളിതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതെന്നായിരുന്നു റിങ് കമ്പോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പായിട്ട് ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ആ പ്രവർത്തനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ബൊക്കാഷി ബക്കറ്റിൻ്റെ വിതരണമാണ്. അപ്പോൾ മുഴുവൻ ആളുകളെയും ഇന്നിവിടെ ക്ഷണിച്ചില്ലെങ്കിലും കുറച്ച് സമീപ വാർഡുകളിലുള്ള ആളുകളെയാണ് ഇന്നിവിടെ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, അന്നം തരുന്നവരാണ് കർഷകർ. അപ്പോൾ അവരെ ആദരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നമുക്കത് സൂക്ഷിച്ച് വെച്ച് പിന്നീട് വളമാക്കി ഉപയോഗിച്ച് നമ്മുടെ കൃഷിക്ക് വേണ്ടി ഉപയുക്തമാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഈ ജൈവ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ ഒരുപാട് എലി ശല്യം, അതുപോലെ തന്നെ മറ്റ് പ്രാണികൾ, കൊതുക് ഇവയൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പോലെ തന്നെ ജൈവ മാലിന്യങ്ങളും ഒരു വീടിനുള്ളിൽ സംസ്കരിക്കപ്പെട്ടാൽ മാത്രമേ ഈ രോഗാണുക്കളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, TK സാഹിറ, N രേഷ്മ, C സോമൻ, ഷബാന ഷാനവാസ്, TV റാഷിദ, COT ഷബീർ, ക്ലീൻ സിറ്റി മാനേജർ N ബിന്ദുമോൾ തുടങ്ങിയവർ സംസാരിച്ചു.
പാനൂരിനടുത്ത കണ്ണംവെള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സംഗമം സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂരിനടുത്ത കണ്ണംവള്ളി വായനശാല സംഘടിപ്പിച്ച അനുമോദന സംഗമം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പത്രം വായിക്കാനും മാത്രമുള്ളതായിരുന്നില്ല. അവിടുത്തെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന രൂപത്തിലാണ് വായനശാലകൾ വേണ്ടത് എന്നത് ഇന്നല്ല പഴയ കാലത്ത് ഗാന്ധിജി അടക്കം പറഞ്ഞതാണ്. PN മണിക്കർ അന്ന് വായനശാല തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെടൽ. കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളടക്കമുള്ളവയുടെ പ്രധാന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത് വായനശാലകളിലായിരുന്നു. അന്ന് ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യപരമായ അന്തരീക്ഷം, സാംസ്കാരികപരമായ അന്തരീക്ഷം ഒക്കെ തന്നെ അവിടെ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. അതൊരു കാലഘട്ടത്തിൽ അതായിരുന്നു. അതിനുശേഷം PN മണിക്കറിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട IV ദാസന്മാർ വന്നു. അദ്ദേഹം കുറെ കൂടി ഉയർത്തിക്കൊണ്ടു ഗ്രാമീണ വായനശാലകളൊക്കെ തന്നെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ ലൈബ്രറി കൗൺസിൽ മുഖാന്തരം ഏർപ്പെട്ടു. ഇന്ന് ലൈബ്രറി കൗൺസിലിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെയധികം ശ്ലാഘനീയമാണ് എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വരികയാണ്. ഒരു മത്സരം തന്നെയാണ് വായനശാലകൾ തമ്മിലുള്ളത്. അതേറെ ഗുണവും ചെയ്യുന്നുണ്ട്, വളരെയധികം ഗുണം ചെയ്യുന്നു. SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയികളായ പ്രദേശത്തെ 68 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വേദ, അമർ ഷിഫ, ഫാത്തിമത്ത് ഷദ, ചടങ്ങിൽ സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയുടെ സ്വീഡനിലുള്ള ഗവേഷണത്തിന് അർഹത നേടിയ സന്ധ്യ വിജയനെ ആദരിച്ചു. ജില്ലാ സംസ്ഥാന കുടുംബശ്രീ അരങ്ങിയ കലോത്സവ പ്രതിഭകളായ രജിന കനവത്ത്, റിയ സുരേന്ദ്രൻ എന്നിവരെയും ആദരിച്ചു. വാർഡ് കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് അധ്യക്ഷയായി. NK ശ്രീധരൻ, NK ഭാസ്കരൻ, S കുഞ്ഞിരാമൻ, G മുകുന്ദൻ, സന്ധ്യ വിജയൻ, K സുലോചന, R ശിവദ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി എരഞ്ഞോളിപ്പാലം കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള അയ്യങ്കാളി സ്മാരക ഗ്രന്ഥാലയത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളിപ്പാലം കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള അയ്യങ്കാളി സ്മാരക ഗ്രന്ഥാലയത്തിന് കീഴിലുള്ള വായനശാലയുടെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ നിർവഹിച്ചു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ലൈബ്രറിക്കിട്ട പേര് ഏറ്റവും അനുചിതമാണ്. അയ്യങ്കാളി സ്മാരക ലൈബ്രറി എന്നുള്ള പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേര്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകൻ തന്നെയാണ് അയ്യങ്കാളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളിൽ വളരെ മികവുറ്റ ഒരു പ്രവർത്തനമാണ് എല്ലാ വാർഡിനകത്തും ഒരു ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളത്. ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും അങ്ങനെ എടുത്തു പറയത്തക്ക എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടു പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എല്ലാ വാർഡിനകത്തും ഒരു ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളത്. അതായത് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മോറക്കുന്ന് വാർഡിൽ എന്തായാലും ഇത്തരത്തിലൊരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന് അതിന് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ പങ്കുവഹിച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള നല്ല എഴുത്തുകാരിയും അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലറാണ്. അപ്പോൾ എല്ലാവരോടും നിർബന്ധമായി പറഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഏകദേശം നമ്മുടെ തലശ്ശേരി നഗരസഭക്കകത്ത് ഏതാനും ചില വാർഡുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ വാർഡിനകത്തും ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ ചായക്കടകളൊക്കെ ആയിരുന്നു നമ്മുടെ ലൈബ്രറികളായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ നാടിൻ്റെ എല്ലാ പൊതുവായ വിശേഷങ്ങളും നമ്മൾ പങ്കുവെക്കുക ആ ചായക്കടയിൽ ഇരുന്നിട്ടായിരുന്നു. വായനശാല പ്രസിഡന്റ് വാഴയിൽ വാസു അധ്യക്ഷനായി. സെക്രട്ടറി P പ്രശാന്ത്, സുരാജ് ചിറക്കര, സാജിദ, വാർഡ് കൗൺസിലർ P പ്രമീള, കളത്തിൽ ഹരീന്ദ്രൻ, കാന്തലോട്ട് വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന PK കുഞ്ഞച്ചൻ ദിനാചരണം പാനൂരിൽ സംഘടിപ്പിച്ചു. PP കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിലാണ് പരിപാടി നടന്നത്.
PP കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K. കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ആവശ്യമില്ല. നേരത്തെ യൂണിയൻ അതുപോലെ കൂലി നിശ്ചയിച്ച് നോട്ടീസ് അച്ചടിച്ച് വിതരണം നടത്തിക്കൊണ്ടായിരുന്നു കൂലി നിശ്ചയിച്ചിരുന്നത്. ഇന്നിപ്പോ ചായപ്പൊടിയിൽ വെച്ചും അതുപോലെ തന്നെ കണ്ടാൽ പരസ്പരം കണ്ടാൽ നമ്മളെ കൂലി ഇത്രയാണ് എന്ന് പറയുന്നതിലേക്കും കാര്യങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ആ കൂലി അടക്കം നേടിയെടുക്കുന്നതിന് വേണ്ടി, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ്. NK തങ്കം സംസാരിച്ചു. KK രാജീവൻ അധ്യക്ഷനായി. KP വിജയൻ സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭയും 1-ാം വാർഡിന്റെ വാർഡ് സഭയും ചേർന്ന് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആതുര സേവന രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ചു വരുന്ന PP സുലൈമാൻ ഹാജിയെയും ആദരിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. LSS, USS, SSLC, +2 ഉന്നത വിജയികളെയും ആതുര സേവന രംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന PP സുലൈമാൻ ഹാജിയെയും പ്രായത്തെ കവച്ചുവെച്ചുകൊണ്ട് ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഭാർഗവിയെയും ചടങ്ങിൽ ആദരിച്ചു. പാനൂർ നഗരസഭാ അധ്യക്ഷൻ KP ഹാഷിം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി ചേർന്നുകൊണ്ട് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും ഓരോ വർഷങ്ങളിലുമുള്ള പദ്ധതികളെ കുറിച്ചിരിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പുകളിലായാലും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും പദ്ധതിയും വെക്കുന്ന വികസന സെമിനാറിലായാലും നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേർതിരിവില്ലാതെ നഗരസഭയ്ക്ക് കഴിഞ്ഞത്. വാർഡ് കൗൺസിലർ PK പ്രവീൺ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ KK സുധീർ കുമാർ സംസാരിച്ചു. വാർഡ് കൺവീനർ കുമാരൻ മാസ്റ്റർ സ്വാഗതവും നഗരസഭാ ഉദ്യോഗസ്ഥ റിനിഷ നന്ദിയും പറഞ്ഞു. ഭരണസമിതിയുടെ അവസ്ഥ ഗ്രാമസഭ കൂടി സഭയാണ് ഇത് എന്ന് നടപ്പിലാക്കാനുള്ള. പിണറായി C. മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ രക്തദാന ദിനത്തിൽ രക്തദാനത്തിലൂടെ ശ്രദ്ധേയരായ ദമ്പതികളെ ആദരിച്ചു. 89 തവണ രക്തം നൽകിയ കതിരൂർ പുല്ലോടിയിലെ സുഗീഷിനെയും 6 തവണ രക്തം നൽകിയ ഭാര്യ റോഷയെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. രക്തദാനത്തിലൂടെ ശ്രദ്ധേയരായ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു. 89 തവണ രക്തം നൽകിയ കതിരൂർ പുല്ലോടിയിലെ സുഗേഷിനെയും 6 തവണ രക്തദാനം നടത്തിയ ഭാര്യ റോഷിയെയുമാണ് ആദരിച്ചത്. മാധ്യമപ്രവർത്തകനും ലൈബ്രറി കൗൺസിൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയുമായ KT ശശി ഉപഹാര സമർപ്പണം നടത്തി. വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ പൊന്നാടി അണിയിച്ച് ദമ്പതികളെ ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ജയചന്ദ്ര മാസ്റ്റർ വായനശാലയ്ക്ക് 50ഓളം പുസ്തകങ്ങൾ ചടങ്ങിൽ കൈമാറി. വാർഡ് മെമ്പർ K. വിമല പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. KP രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. KK സനിൽകുമാർ, ദേവാംഗന, നിയ ശ്രീജേഷ്, നൈവേദ് ഷർമിത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രവർത്തനം ഈ ക്ലബിന്റെ പ്രവർത്തനം വായനശാലയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് പ്രദീപൻ, ഇവിടെ ഏറെ നമ്മുടെ എല്ലാവരുടെയും ആദരം ഏറ്റുവാങ്ങുന്ന ഇവിടെ 89 തവണ രക്തം കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. Courses offered: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു.
കനിവ് പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫോറം തലശ്ശേരി, ട്രോമ കെയർ സൊസൈറ്റി കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രോമ കെയർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തലശ്ശേരി കുട്ട്യാമു സെന്ററിൽ നടന്ന ക്ലാസ് ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കുട്ട്യാമു സെന്ററിൽ വെച്ചാണ് ട്രോമ കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വി കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കരിയർ ഗൈഡൻസും പിന്നെ എന്താ പറയാ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം നമ്മുടെ സമൂഹം പലപ്പോഴായിട്ട് പ്രത്യേകിച്ചും യങ് ജനറേഷൻ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഈ ലഹരിയുടെ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ പിടിയിലേക്ക് ഒതുങ്ങുന്നു. അവര് വ്യായാമമില്ലാതെ വീടുകളിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ പിടിപെടൽ പണ്ട് 45-50 വയസ്സിന് ശേഷമാണെങ്കിൽ ഇപ്പൊ അതിന് മുന്നേ തന്നെ ആയിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പണ്ട് നമ്മളൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു വായനശാല ഉണ്ടാവുമായിരുന്നു. ആ വായനശാലകളിൽ പോയിട്ട് പുസ്തകം എടുക്കുക, അവിടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന വയോജന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി അതിനുവേണ്ടി നാട്ടിലുള്ള കനിവ് ചെയർമാൻ പി ഒ മുനീർ അധ്യക്ഷനായി. ട്രോമ കെയർ സൊസൈറ്റി ചെയർപേഴ്സൺ സൂര്യ സുജൻ മുഖ്യപ്രഭാഷണം നടത്തി. സേ നോ ടു ഡ്രഗ്സ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ പ്രോബ്ലം ഉള്ളത് കേരളത്തിലാണ്. നമുക്കറിയാം. അതിനെ നമ്മുടെ സർക്കാർ 2 കൈകൊണ്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ മദർഹുഡ്, ഒരു മാതൃത്വമുണ്ട്. അമ്മയുടെ കടമയാണ് ബയോളജിക്കലി നമുക്കൊരു എക്സ്ട്രാ ഓർഗൻ തന്ന് നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത് പെറ്റ് പോറ്റി വളർത്താൻ. സ്നേഹം, സഹനശക്തി എല്ലാം. 100 വയസ്സുള്ള ഒരു മകനുള്ള ഒരു അമ്മയാണെങ്കിൽ ആ അമ്മ അമ്മയാണ്. അമ്മക്ക് സമം വേറൊന്നുമില്ല. പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് തലശ്ശേരി ജനറൽ ആശുപത്രി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് ക്ലാസ് എടുത്തു. മോട്ടോർ വാഹന നിയമത്തെക്കുറിച്ച് RTO എൻഫോഴ്സ്മെന്റ് റോഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സബിന്നു, അപകട സമയത്ത് എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന വിഷയത്തെക്കുറിച്ച് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ട്രെയിനർ അബ്ദുല്ല പുത്തൂറും ക്ലാസ് എടുത്തു. ട്രോമ കെയർ ഭാരവാഹികളായ കനിവ് സെക്രട്ടറി മഹമ്മൂദ്, നൌഷാദ് ബായക്കൽ, ചെറുക്കൽ ബുഷറ, പ്രദീപൻ തൈക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. PO ജാബിർ സ്വാഗതവും കോർഡിനേറ്റർ CV താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. കുണ്ടുചിറ വിജ്ഞാനദായിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ദേശാഭിമാനി അറിവുത്സവം ക്വിസ് മത്സരം സമാപിച്ചു. 4 ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ മെഗാ ബമ്പർ സമ്മാനം 10,000 രൂപയ്ക്ക് ഗീതിക പിണറായി അർഹയായി. 4 ഘട്ടങ്ങളിലായി നടന്ന ദേശാഭിമാനി അറിവുത്സവം പരിപാടിയിൽ മെഗാ ബമ്പർ സമ്മാനം ഗീതിക പിണറായി അർഹയായി. 10,000 രൂപയുടെ സമ്മാനമാണ് ലഭിക്കുക. 2ാം സ്ഥാനം 5,000 രൂപയ്ക്ക് അൻവിൻ സുഹാജു അർഹത നേടി. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി സമ്മാന വിതരണം നടത്തി. മനുഷ്യന്റെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്നു. വായന എന്ന് പറയുമ്പോൾ പുസ്തകം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അറിവിന്റെ അന്വേഷണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൃഗാവസ്ഥയിൽ നിന്ന് മനുഷ്യാവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ സഞ്ചാരത്തിന് അറിവാണ് പ്രധാനമായി കാരണം. ആ അറിവിലൂടെയാണ് മനുഷ്യൻ. ഒരു വേള നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ, പശുക്കൾ, അതുപോലെ മറ്റ് മൃഗങ്ങൾ, അതിൻ്റെ ജീവിതം ആരംഭിച്ചിടത്തുനിന്ന് അവസാനിക്കുന്നിടത്തുനിന്ന് അതൊന്നും ഈ സമൂഹത്തിന് വേണ്ടി കരുതലായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഈടുവെപ്പോ നൽകുന്നില്ല. എന്താ കാരണം? അവയ്ക്ക് വിവേകം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. വായനശാല പ്രസിഡന്റ് C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. PM ദിനേശ് ബാബു സ്വാഗതം പറഞ്ഞു. MP രതീഷ്, T വിജിൽ, ക്വിസ് മാസ്റ്റർ ജീവേഷ് വാഴയിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1ാം സ്ഥാനം ഗീതികയാണ്. 86 മാർക്കാണ് അദ്ദേഹം അവർ നേടിയിട്ടുള്ളത്. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അവർക്കാണ് 10,000 രൂപ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അഭിനന്ദനം, നല്ലൊരു കൈയ്യടി. അതേപോലെ തന്നെ അൻവിൻ സുഷാജി ആണ്. നല്ലൊരു കൈയ്യടി. നല്ലൊരു മത്സരമാണ്. ഇനി ഒട്ടേറെ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനി അവസരം അൻവിനുണ്ട്. തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും A+ നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് തലശ്ശേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ്. തലശ്ശേരി പെപ്പർ പാലസിൽ നടന്ന കേരള സൗഹൃദം കൂട്ടായ്മയുടെ 4ാം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷകളിൽ A+ നേടുന്നതിനൊപ്പം പ്രധാനമാണ് ജീവിതത്തിലും A+ നേടുകയെന്നത്.
ലഹരികളോട് നോ പറഞ്ഞാൽ ജീവിതത്തിലാകെ സന്തോഷം നിറയും. ഇത്തരത്തിൽ A+കൾ ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്നും സലീം കുമാർ ദാസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ട ഹാപ്പിനെസ് ആണ് അല്ലേ? ഹാപ്പിനെസ് വേണ്ടതെന്ന് വെച്ചാൽ വെറും നമ്മൾ യഥേഷ്ടം ജീവിക്കാമെന്നുള്ളതല്ല. നമുക്കൊരു കൾച്ചറുണ്ട്, നമുക്ക് എഴുതപ്പെടാത്ത കുറേ നിയമങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടികൾ പാലിക്കണം. എനിക്ക് കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വേണം A+ വാങ്ങാൻ. അല്ലാതെ ഇത് നിങ്ങൾ വാങ്ങിയ മോശക്കാരനല്ല, നിങ്ങൾ തന്നെയാണ്, നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ജീവിതത്തിൽ A+ വാങ്ങുകയാണ് വേണ്ടത്. നമുക്ക് സ്വന്തമായ നിലപാട് വേണം നമ്മൾ എവിടെ പോയാലും. അല്ലാണ്ട് നമ്മൾ ഈ A+ വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാം ആയിരുന്നൊരു ധാരണ ശരിയല്ല. കാരണം മികച്ച കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ വഴിതെറ്റി പോകുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ കുടുംബത്തിൽ ഒരാൾക്ക് പോലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കേരള മാപ്പിള കലാ അക്കാദമി സ്ഥാപകനും മാപ്പിള ഗാനശാഖയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകിയ തലശ്ശേരി K. റഫീഖിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത എഴുത്തുകാരി മുംതാസ് ആസാദ്, രഞ്ജി ക്രിക്കറ്റ് താരം സൽമാൻ നിസാർ എന്നിവർ മുഖ്യാതിഥികളായി. അഡ്വക്കേറ്റ് KC ഷബീർ അധ്യക്ഷനായി. സുലൈഖ, സുമ പ്രദീപ്, ഫാത്തിമ മാളിയക്കൽ, മാമാസ് നജീബ്, സൈറ മുഹമ്മദ്, ഡോക്ടർ അബ്ദുൾ സലാം കണ്ണൂർ, ലൈല തിരൂർ എന്നിവർ സംസാരിച്ചു. വിശിഷ്ട വ്യക്തികളെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുണ്യനാട്ടിൽ വിലസിടും നാരി തോഴിയെ ബീവി വിളിച്ചു, കാര്യമെല്ലാനും അറിയിച്ചു. മാന്യനാബു ത്വാലിബിന്റെ അരികിലായച്ചു. കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യമാബൂ ത്വാലിബിനും സമ്മതമാണ്. വയലളം റീഡേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ലൈബ്രറി പരിസരത്താണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. SSLC, +2 മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉജ്ജ്വൽ ബാല പുരസ്കാരം നേടിയ വിദ്യാർത്ഥിനിയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. LSS, USS സ്കോളർഷിപ്പ് നേടിയവരെയും റീഡേഴ്സ് സെന്റർ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പ്രതിമാസ ക്വിസ് മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. അനുമോദന ചടങ്ങ് TC പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഉള്ളിലുള്ള ആ അറിവിനെ എങ്ങനെയാണ് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക, ആ പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ ആഴം, ഡെപ്ത് എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ, ആഴം എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഗംഭീരമായ വഴികളാണ് അവിടെ ഉള്ളത്. കൃത്യമായിട്ട് അങ്ങനെയുള്ള ലോകത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയൊക്കെ പറഞ്ഞില്ലേ, നേരത്തെ പല വായനശാലകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ ഈ മത്സരം നടത്തുന്ന കൂട്ടത്തിൽ ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഒരു മത്സരം നടത്താൻ വേണ്ടി ചുക്ലി UP സ്കൂളിൽ പോയിട്ട് ആ മത്സരം ഉദ്ഘാടനം ചെയ്യാനുള്ള നമ്മുടെ രമ്യ പ്രസിഡന്റ് CK രമ്യ വരാൻ കുറച്ച് വൈകിയപ്പോൾ വെറുതെ LCD പ്രോജക്റ്റിനകത്ത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് 2-3 വർഷം മുമ്പെയാണ് ഇവൻ്റെ ചിത്രം വെച്ചിട്ട് ഞാൻ വെറുതെ LP വിഭാഗം കുട്ടികളുണ്ട്, UP വിഭാഗം കുട്ടികളുണ്ട്, ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുണ്ട്. അവരടുത്ത് വെറുതെ ചോദിച്ചു. അതന്ന് ആദ്യമായിട്ട് കരീന നബിലയുടെ ചിത്രം അവർ പുറത്തുവിട്ടിട്ട് ഒരാഴ്ച കഴിയുന്നേ ഉള്ളൂ. ജെയിംസ് വെബിൻ്റെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള കരീന നെബുലയുടെ ചിത്രം പുറത്തേക്ക് വിട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ സംഭവം. അങ്ങനെ വെച്ച് ചോദിച്ചപ്പോൾ എല്ലാവരുമായി ചോദിച്ചപ്പോൾ ഹൈസ്കൂളുകാർ പറഞ്ഞില്ല, UP കുട്ടികൾ പറഞ്ഞില്ല. ഒരു 4ാം ക്ലാസ്സിലെ കൊച്ചു മോഹൻ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, മാഷേ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, ജെയിംസ് വെബ്. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KP അരുൺകുമാർ ഉപഹാര സമർപ്പണം നടത്തി. അധീന അടുത്തതായി അതിഥി റീഡേഴ്സ് സെന്റർ പ്രസിഡന്റ് K. സുരേഷ് മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി AK. ചന്ദ്രൻ,
ജോയിന്റ് സെക്രട്ടറി NM ദിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂക്കരയിലെ പ്രമുഖ തറവാടായ അണ്ടത്തോടൻ ഫാമിലി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാംഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 70ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാനൂർ ഒമാസ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. അനുമോദന യോഗം KE സാഹിബ് ട്രെയിനിംഗ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ TP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സങ്കടമായി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഓരോരുത്തരും ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ എന്തായിട്ട് രക്ഷാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. എന്താ വെച്ചാൽ ഇവരെന്തായിത്തീരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങൾ വായിച്ചു കാണും, അമേരിക്കയിലെ പബ്ലിക് സ്കൂളിൽ നിന്ന് മിച്ചകളിലെ എല്ലാ പബ്ലിക് സ്കൂളിൽ നിന്നും പുറത്താക്കിയ ടോമി എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു കത്ത് കൊടുത്തു ടീച്ചർ. ആ കത്തുമായിട്ട് വീട്ടിലേക്ക് വന്നു. അമ്മ അത് വായിച്ചു നോക്കിയപ്പോൾ അതിലെന്താ എഴുതുന്നറിയാം, യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് ടു ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ സ്കൂൾ. നിങ്ങളുടെ കുട്ടി പഠിക്കാൻ കൊള്ളാത്തതാണ്, ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം എന്നാ പറഞ്ഞത്. അപ്പൊ കുട്ടി ചോദിച്ചു, ഇംഗ്ലീഷിലുള്ള കത്തല്ലേ, അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയെ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അമ്മ എന്താ പറഞ്ഞതെന്നറിയാം, നീ വളരെ ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് നിന്റെ നിലവാരത്തിലുള്ള കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റിയ സ്കൂളല്ല അത്, നീ കൂടുതൽ നിലവാരമുള്ള ഒരു സ്കൂളിലേക്ക് മാറണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ അമ്മ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ആ കുട്ടിയാണ് പിന്നീട് നിങ്ങൾ നോക്കണം, ആ കുട്ടിയാണ് 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഈ ലൈറ്റൊക്കെ നമുക്ക് സംഭാവന ചെയ്ത തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്നത്. അപ്പോ കുട്ടികളുടെ കഴിവുകൾ എന്ന് പറയുന്നത് ദൈവം യഥാർത്ഥത്തിൽ അങ്ങേയറ്റ കഴിവുകൾ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആദ്യകാലത്ത് നമ്മൾ കേട്ട ഒരു കഥ എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ കഴിവുകൾ മനുഷ്യർ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോ കഴിവുകളെ ദൈവം ഒളിപ്പിച്ചു വെച്ചു മനുഷ്യന്റെ ഉള്ളിൽ. എളുപ്പത്തിൽ കണ്ടെത്താൻ പാടില്ല. എവിടെ ഒളിപ്പിക്കണം എന്നുള്ള ചർച്ച നടന്നപ്പോ മലക്കുകളൊക്കെ പറഞ്ഞു, ഒന്നുകിൽ കുന്നിന്റെ മുകളിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അതാ തലങ്ങളിൽ കഴിവ് ഉണ്ടാക്കണം, എന്നിട്ട് അവിടെ പോയിട്ട് എടുക്കേണ്ട കഴിവ് എന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു അതൊക്കെ അവരെ എളുപ്പത്തിലെടുക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ സമുദ്രത്തിനടിയിലേക്ക് പോകാനുള്ള കഴിവ് തന്നെ കൊടുത്തിട്ടുണ്ട്, മലയുടെ മുകളിലേക്ക് പോകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന്റെ ഉള്ളിൽ വെച്ചാൽ അത്ര എളുപ്പമല്ല. CG ട്രെയിനർ സമീർ ഓണിയിൽ കരിയർ ഗൈഡൻസിന് നേതൃത്വം നൽകി. കുട്ടികൾക്ക് മാർക്കിന്റെ ഏറ്റക്കുറച്ചിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് ആ പ്രയാസങ്ങളെ പ്രയാസങ്ങളായി കണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് പിന്മാറിയാൽ, ഒന്ന് പിൻവാങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായ ശ്രമം ആ കാര്യത്തിൽ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത പരിമിതമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന 2 കുട്ടികളെ അച്ഛനമ്മമാർ എത്ര മാതൃകാപരമായ രീതിയിലാണ് അവരെ സപ്പോർട്ട് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കുട്ടികൾ അറിയേണ്ടത് നിങ്ങളുടെ മുടിയുടെ നീളത്തിന്റെ കുറവോ, അല്ലെങ്കിൽ കണ്ണിന്റെ നീളം കുറവോ, അല്ലെങ്കിൽ നിറത്തിന്റെയോ, അല്ലെങ്കിൽ വേറെ എന്തിന്റെയൊക്കെ പേരിൽ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് സങ്കടവും നിരാശയും ഒക്കെ പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ശരിക്കും പ്രയാസമുള്ള കുറവുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ എനിക്ക് അഷ്റഫ് സാർ പറഞ്ഞത് ഇത് തുടർച്ചയായിട്ട് പറയാനുള്ളത്, നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയും നമ്മളുടെ എന്താ പറയാ സോട്ട് അനാലിസിസ്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒന്ന് അനലൈസ് ചെയ്യുകയും നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ സ്ട്രെങ്താക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് ഈ ലോകത്തൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പാനൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി അവാർഡ് ദാനം നടത്തി. EA നാസർ അധ്യക്ഷനായി. PK മുസ്തഫ മാസ്റ്റർ, ഡോക്ടർ നെല്ലൂർ സമദ്, PP ലത്തീഫ് ഹാജി, AT അലി ഹാജി, PK അബ്ദുള്ള പാറക്കടവ്, കിഴക്കുംറത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, PP അബ്ബാസ്, ബഷീർ മാസ്റ്റർ തൂണേരി, PP മുസ്തഫ മാസ്റ്റർ, ഷാഹിന പുത്തലത്ത്, ഡോക്ടർ ഗഫൂർ നല്ലൂർ എന്നിവർ സംസാരിച്ചു. മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരമായി അതിനൂതന പദ്ധതിയുടെ ഭാഗമായുള്ള ബ്ലിസ് കോഡക്സ് പ്രോഗ്രാം തലശ്ശേരിയിൽ വെച്ച് നടന്നു. തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കേരള പോലീസ് അസിസ്റ്റന്റ് കമാൻഡന്റും സൈബർ സ്പെഷ്യലിസ്റ്റുമായ MK ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാരണം വലിയൊരു മഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമാവാൻ ഭാഗ്യം സിദ്ധിച്ച ആദ്യത്തെ ഉദ്യമത്തിൽ തന്നെ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾ ഏവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. കാരണം ലോകം കാത്തു നിൽക്കുന്ന ഒരു മഹത് സംരംഭമാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ പറ്റും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇന്നെല്ലാവരും തിരയുന്നത് മനസ്സമാധാനം. എന്ത് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും, എത്ര പ്രൗഢി ഉണ്ടെങ്കിലും, ഏത് വലിയ പൊസിഷനിൽ നിൽക്കുമ്പോഴും
മനസമാധാനത്തോടെ ഉറങ്ങുന്നവർ വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ പോലീസിൽ ചേർന്നിട്ട് 33 വർഷമായി. ഈ 33 വർഷത്തിനിടയിൽ ഞാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സൈബർ ബോധവൽക്കരണ ക്ലാസ് 612 ക്ലാസ് സൗജന്യമായി ഇതുവരെ ഞാൻ നടത്തി കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ധാരാളം കുട്ടികൾ സൈബർ വിഷയത്തിൽ ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അതിൽ 408 പേരെ ഇതുവരെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞു. ബഹ്റിനിലെ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ കാസിനോ പി മുസ്തഫ ഹാജി, മുൻ IMA പ്രസിഡന്റ് തലശ്ശേരിയിലെ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ബ്രോഷർ പ്രകാശനം ചടങ്ങിൽ ഡോക്ടർ ബിന്ദു വിശ്വൻ നിർവഹിച്ചു. കമ്പനി ചെയർമാൻ ഡോക്ടർ ബിജു എ ശിവാനന്ദൻ, മാനേജിംഗ് ഡയറക്ടർ മനോജ് രോഹിണി, ഫൗണ്ടർ അബ്ദുറഹ്മാൻ ഹാജി, ഡയറക്ടർ പി മണികണ്ഠൻ, ആബിദ അബ്ദുറഹ്മാൻ, TV നിഷമോൾ എന്നിവർ പങ്കെടുത്തു. ഈ ഒരു ചടങ്ങിനെ നിങ്ങൾ ഹാപ്പി ആക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനിയുടെ അംബാസിഡറായി മാറിയിരിക്കുകയാണ്. ഹാപ്പിനെസ് അംബാസിഡർ ടാബാണ്. ഇവർക്കൊരു ഗോൾഡ് കോയിനും ഒരു ടാബും നൽകിയിട്ടുണ്ട്. നല്ല സമ്മാനല്ലേ? ഹാപ്പി ആയല്ലേ? ഓക്കെ, അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പാനൂരിനടുത്ത പാലത്തായി ജ്ഞാനോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മനസ്സൊരുക്കം വിജ്ഞാന സർഗാത്മക സദസ്സ് സംഘടിപ്പിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് ഷഫീഖ് ക്ലാസ് എടുത്തു. പാലത്തായി ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജ്ഞാന സർഗാത്മക സദസ്സിൽ വായനശാല പ്രസിഡന്റ് രാജു കാട്ടുപുനം അധ്യക്ഷനായി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മുഹമ്മദ് ഷഫീഖ് ക്ലാസ് എടുത്തു. എന്നാൽ മാത്രമല്ല ലാസ്റ്റ് നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അവസാനം വരെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയണം. അതിനു മുമ്പേ ഞാൻ പറയാണ്, നിങ്ങൾക്ക് നല്ല ദേഷ്യം വരികയാണ്. ഇതിൽ നല്ല ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ചോദിച്ചാലാണ് അറിയാൻ പറ്റുന്നത്. നല്ല ദേഷ്യമാണ്, വെറുതെ വാശി പിടിക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്ന സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് നെറ്റി കഴുകിയാൽ ദേഷ്യം 2 സെക്കൻഡോട് കുറയും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ChatGPT ഗൂഗിളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ. തണുത്ത വെള്ളം കൊണ്ട് നെറ്റി ഒന്ന് കഴുകി കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ട് ദേഷ്യം കുറയും. അതിൽ സയൻസിൽ ബ്രെയിനിന്റെ ഈ ഭാഗത്തുള്ള ട്രൈജെർമിനൽ നെർവ് ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണ്. നല്ല ടെൻഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് എക്സാമിനൊക്കെ അടുക്കുമ്പോൾ നല്ല ടെൻഷൻ വരുമല്ലോ, നല്ല ടെൻഷൻ വരുമ്പോൾ 20 സെക്കൻഡ് മസിൽ നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് ഫ്രീ ആക്കിയാൽ 20 തവണ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടെൻഷൻ കുറയും. 20 തവണ മസിൽ ടൈറ്റ് ആക്കിയിട്ട് ഫ്രീ ആക്കുമ്പോഴത്തേക്ക് അത് ബ്രെയിനിൽ ടെൻഷന്റെ ബ്രെയിൻ ഏരിയ ഉണ്ട്. ഇവിടെ അമിഗ്ഡാല എന്ന് പറയുന്ന ബ്രെയിൻ ഏരിയ, അത് ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ടെൻഷനും പേടിയൊക്കെ വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി കാം ഡൗൺ ആവും. ബിന്ദു കുനിയിൽ സ്വാഗതം പറഞ്ഞു. TK അശോകൻ മാസ്റ്റർ, K അഷ്റഫ് പാലത്തായി, P ദിനേശൻ, CV സുകുമാരൻ, വിനോദ് പിരാളിൽ, അനീഷ്, P അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. KC ശശികുമാർ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ നടന്നുവരുന്ന പള്ളൂർ ഗ്രാമത്തിലെ CVN കേരള കളരി സംഘം വർഷകാല പരിശീലനത്തിന് തുടക്കമായി. ഡോക്ടർ ഭാസ്കരൻ കാരായി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കളരി പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഭാസ്കരൻ കാരായി നിർവഹിച്ചു. ശാരീരികമായ സംസ്കരണം മാനസികമായ ഒരു പാകപ്പെടുത്തലിനോടൊപ്പം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന നിലക്കാക്കാം. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഒരു മൊഴിയുണ്ട്, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഗീത മുഴുവൻ അർജുനോട് പറഞ്ഞിട്ട് കൃഷ്ണൻ പറയാണ്, അർജുന, ഇതൊക്കെ നമുക്ക് സാർത്ഥകമാകണമെങ്കിൽ ബലിഷ്ഠമായ ഒരു ശരീരം വേണമെന്നാണ്. നമ്മുടെ നാട്ടിലെ മിക്കാർക്കും ആ ബോധം ഇപ്പോഴില്ല സത്യം. കാരണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വാഹനമാണ് ഈ ശരീരം. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ വ്യവഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ഫലപ്രദമായി സഫലീകരിക്കണമെങ്കിൽ കരുത്തുറ്റ ഒരു ശരീരമാണ്. വിവേകാനന്ദ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഗീതയിൽ പോയി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ സന്യാസിമാരത്ത് പോയി ഈ വേദ പഠനങ്ങൾക്ക് ചെയ്യുന്നൊരു പകരം നിങ്ങൾ മാംസം കഴിച്ച് ഫുട്ബോൾ കളിച്ച് കരുത്തുറ്റ ഞരമ്പുകളും പേശികളുമായിട്ടുള്ള രാഷ്ട്രത്തിൽ ഉദാത്ത സന്തതികളാവുക എന്ന് വിവേകാനന്ദ എപ്പോഴും പറയാറുണ്ട്. ശശികുമാർ ഗുരുക്കൾ അധ്യക്ഷനായി. രക്ഷാധികാരി രാഘവൻ വലിയപറമ്പത്ത് വിശിഷ്ട വ്യക്തിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. VV ജിതേഷ്, ഇൻസ്ട്രക്ടർ സിബിൻ എന്നിവർ സംസാരിച്ചു. കളരി സംഘം പ്രസിഡന്റ് AV അരവിന്ദാക്ഷൻ സ്വാഗതവും K വിപിൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് CVN കേരള കളരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 3 കുട്ടികളുടെ എൻട്രി ഫീസ് കളരി സംഘം തിരിച്ചു നൽകി. കർഷക സംഘം മാഹി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. ചൂടിക്കൊട്ടയിൽ നടന്ന സമ്മേളനം കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം വില്ലേജ് സമ്മേളനം കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ മണ്ണിൽ പണിയെടുക്കുന്ന ഇപ്പോൾ ചെറുകിട കൃഷിക്കാർക്കും നവമാത്ര കൃഷിക്കാർക്കും കൃഷി കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. നേട്ടങ്ങൾ മുഴുവൻ ജന്മിമാർക്കായി, ഭൂമിയുള്ളവർക്കായി ഏറ്റവും നേട്ടമുണ്ടായി. അതുകൊണ്ട് ആ കാലത്ത് പാട്ടക്കരാറില്ലായും പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരും അതിൻ്റെ ഭാരിച്ച പാട്ടക്കരാർ
സർക്കാരിൻ്റെ മാനേജ് ഉത്തരവാദിത്തങ്ങളും എതിരായിട്ട് അനുസ്മരണം ചെയ്തു. അന്ന് കേരളത്തിലെയോ ഇന്ത്യയിലെയോ കൃഷിക്കാർ സംഘടിതരായി. 1936 കേരളത്തിൽ കർഷക സംഘത്തെ വിവിധ സംഘടനകൾ കേരളത്തിൻ്റെയും മാഹിയുടെയും പറഞ്ഞു. മാഹി എന്ന് പറയുമ്പോൾ മാഹി പോലുള്ള മേഖല എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിരുന്നു. എങ്കിൽ പോലും കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണമാണ് മാഹി നടപ്പായത്. മാഹി വില്ലേജ് സെക്രട്ടറി CT വിജീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മനോജ് പുത്തലം, വി രഞ്ജന എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. പുതിയ സെക്രട്ടറിയായി CT വിജേഷിനെയും പ്രസിഡന്റായി മനോജ് പുത്തലത്തിനെയും ട്രഷററായി P രജിലിനെയും തെരഞ്ഞെടുത്തു. KT മൈഥിലി, CK സിജു, KP രമേശൻ, KP നൌഷാദ് എന്നിവർ സംസാരിച്ചു. പൊന്ന്യം വെസ്റ്റ് LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ബാബു സ്മാരക ഹാളിലാണ് യോഗം ചേർന്നത്. കതിരൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാസ്കരൻ കൂരാറത്ത് ഉദ്ഘാടനം ചെയ്തു. വരിക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ നയം. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിർവഹിക്കപ്പെടാൻ കേരളത്തിൽ നിന്ന് സ്കോപ്പില്ല, വിഷയമില്ല, വിശേഷമില്ല. കാര്യം എന്താ? കേന്ദ്രത്തിൽ ഇടപെടലുകൾ കൂടുതൽ ശാസ്ത്രമായി തുടങ്ങിയ കുട്ടികൾ എന്തുകൊണ്ടേ. വാർഡംഗം PK സാവിത്രി അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ K ദിവാകരൻ സ്വാഗതം പറഞ്ഞു. പൊന്നം കൃഷ്ണൻ, പ്രമോദ്, പൊന്നം സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് 100ാം വാർഷികം ആഘോഷിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വാർഷികാഘോഷം, കലാപരിപാടികൾ തുടങ്ങിയവയും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പഴയ നിരത്ത് ശാഖ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, സപ്ത മിനി ഓഡിറ്റോറിയം എന്നിവ അടങ്ങിയ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് തൊക്കിലങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്കാണ് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. നമ്മുടെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിത നിലവാരം ഉൾപ്പെടെ ഉയർത്തിയത്. നമ്മുടെ പ്രവാസ ലോകം പങ്കുവഹിച്ചു. ഒരു കാലഘട്ടത്തിൽ മധ്യേഷ്യയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പോയത് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയ്ക്കുണ്ടാക്കിയ ചലനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ കേരളം സാമ്പത്തികമായി മറ്റ് സംസ്ഥാനങ്ങളുമായി മെച്ചപ്പെട്ടു. കേവലം പ്രവാസ ലോകം കൊണ്ട് മാത്രമല്ല കേരളം ഈ നിലയിലേക്ക് വളർന്നത്. പ്രവാസ ലോകത്തെ നമ്മുടെ സഹോദരങ്ങൾ അവരധ്വാനിച്ചുണ്ടാക്കിയ കാശ് അതൊരു ക്യാഷ് ഫ്ലോ ആയി കേരളത്തിനകത്ത് വന്നു. അത് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി. സപ്ത മിനി ഓഡിറ്റോറിയം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനും നവീകരിച്ച ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭ മുൻ ചെയർമാൻ എൻ കെ ശ്രീനിവാസൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. യൂണിറ്റ് ഇൻസ്പെക്ടർ വി പ്രസീത ലോഗോ പ്രകാശനം ചെയ്തു. നഗരസഭ മുൻ ചെയർമാൻ സുകുമാരൻ നിക്ഷേപം സ്വീകരിച്ചു. കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി എം ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം വി മോഹനൻ, എം പി സുരേഷ് ബാബു, കെ വി പ്രേമൻ, കെ മനോജ്, എൻ ധനഞ്ജയൻ, കുഞ്ഞനന്ദൻ എന്നിവർ സംസാരിച്ചു. പത്മശാലീയ ആചാര്യ സഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നെട്ടൂർ തെരു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. നെട്ടൂർ തെരു ശ്രീരാമനാൽ കീഴിൽ മഹാഗണപതി ക്ഷേത്ര പരിസരത്താണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. SSLC +2 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ക്ഷേത്രം മൂത്തചെട്ടിയാൻ പട്ടൻ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പ്രമോദൻ കോമരം അധ്യക്ഷനായി.
ചെട്ടിയാൻ കെ രാമദാസൻ, ട്രഷറർ കെ ഷാജി, ഇ രജനീഷ് എന്നിവർ സംസാരിച്ചു. സേവാസമിതി പ്രസിഡന്റ് പ്രവീൺ സ്വാഗതവും സേവാസമിതി സെക്രട്ടറി സി ജിതേഷ് നന്ദിയും പറഞ്ഞു. സെന്റ് ഡെന്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ ചൊക്ലി കാഞ്ഞിരത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എ. ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ദന്തൽ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചൊക്ലി കാഞ്ഞിരത്തിന് കീഴിൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കെ ബിൽഡിംഗിലാണ് സെന്റ് ദന്തൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്പീക്കർ അഡ്വക്കേറ്റ് എ. ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ, വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ, ഡോക്ടർ ഋതുൽ പവിത്രൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദന്തപരിചരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായാണ് സെന്റ് ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശം. പൈപ്പിടാൻ റോഡിലെടുത്ത കുഴികൾ യഥാവിധി മൂടണമെന്നും മന്ത്രി. കൊട്ടിയൂരിൽ രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത്, കോഴിക്കോട് അത്തോളി സ്വദേശി നിശാന്ത് എന്നിവരെ. പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാർ പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. അപകടത്തിൽപ്പെട്ട കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് ഇളനീരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.